സ്ഥാപത്യതന്ത്രം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അതിപ്രധാനമായ ഒരു വാസ്തുദോഷം അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ എങ്ങനെ ഒഴിവാക്കാമെന്നതിനെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് നമ്മുടെ പൊക്കിൾച്ചുഴി അഥവാ നാഭിയാണ്. ഈ നാഭിയിൽ നിന്നും നമ്മുടെ ശരീരത്തിൻ്റെ താഴേക്കും മുകളിലേക്കുമുള്ള ദൂരം ഏതാണ്ട് തുല്യമായിരിക്കും. ഈ പൊക്കിൾച്ചുഴിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പൊക്കിൾക്കൊടിയിലെ പൊക്കിൾസിര വഴിയാണ് ഗർഭസ്ഥ ശിശുവിന് പ്ലാസൻ്റയിൽ നിന്ന് അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഓക്സിജൻ അടങ്ങിയതും പോഷകസമൃദ്ധവുമായ രക്തം കിട്ടുന്നത്. ഗർഭസ്ഥ ശിശുവിൻ്റെ ഹൃദയം പൊക്കിൾ ധമനികളിലൂടെ കുറഞ്ഞ അളവിൽ ഓക്സിജൻ ഉള്ളതും പോഷകാഹാരക്കുറവുള്ളതുമായ രക്തം തിരികെ പ്ലാസൻ്റയിലേക്ക് പമ്പ് ചെയ്യുന്നു. ഈ പൊക്കിൾക്കൊടി ഗർഭസ്ഥ ശിശുവിനെ അതിൻ്റെ മാതാവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇത് വിച്ഛേദിച്ചാണ് കുട്ടിയെ അമ്മയിൽ നിന്നും വേർപെടുത്തുന്നത്. സാധാരണയായി കുട്ടിയുടെ ജനനത്തിന് ശേഷം 3 ആഴ്ച കഴിയുമ്പോഴേക്കും പൊക്കിൾക്കൊടി ഉണങ്ങി കുട്ടിയിൽ നിന്നും വേർപെടും. ഇത്രയും ഇവിടെ പറയുവാൻ കാരണം ഇതേപോലെ തന്നെ നമ്മൾ അധിവസിക്കുന്ന വസ്തുവും നമ്മുടെ വീടും തമ്മിൽ ഒരു പൊക്കിൾക്കൊടി ബന്ധമുണ്ട്. നമ്മുടെ ശരീരത്തിലെ നാഭി എപ്രകാരമാണോ നമ്മുടെ ശരീരത്തിൻ്റെ കേന്ദ്രബിന്ദുവാകുന്നത്, അപ്രകാരം തന്നെയാണ് നമ്മുടെ വസ്തുവിൻ്റെ നാഭിയായ ബ്രഹ്മസ്ഥാനം. എല്ലാ സൃഷ്ടികളുടെയും അടിസ്ഥാനം ബ്രഹ്മമാണ്. ഈ ബ്രഹ്മം ഏറ്റവും പവിത്രവും വിശുദ്ധവുമാണ്. അതുപോലെയാണ് നമ്മൾ വീട് വയ്ക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവിൻ്റെ ബ്രഹ്മസ്ഥാനവും. ഇത് ആ പുരയിടത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്. ഈ ബ്രഹ്മസ്ഥാനം അഥവാ കേന്ദ്രബിന്ദുവാണ് മറ്റെല്ലാ ദിക്കിനേക്കാളും ശക്തവും വിശുദ്ധവുമായിട്ടുള്ളത്. മറ്റ് 8 ദിക്കുകളും ഈ ബ്രഹ്മസ്ഥാനത്തെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. ഈ ബ്രഹ്മസ്ഥാനത്തു നിന്നും ആ വസ്തുവിലുള്ള ഊർജം മറ്റെല്ലാ ദിക്കിലേക്കും പ്രവഹിക്കുന്നു. ഒരു ഗർഭസ്ഥ ശിശു എപ്രകാരമാണോ അതിൻ്റെ നാഭിയുമായി ബന്ധിച്ചിരിക്കുന്ന പൊക്കിൾക്കൊടി വഴി ഓക്സിജനെയും പോഷകാഹാരങ്ങളെയും രക്തത്തിൽ കൂടി സ്വീകരിക്കുകയും പോഷകാഹാരം കുറഞ്ഞതും ഓക്സിജൻ്റെ അളവ് കുറഞ്ഞതുമായ രക്തം തിരികെ പ്ലാസൻ്റയിലേക്ക് തിരിച്ചയക്കുന്നതും, അപ്രകാരം തന്നെയാണ് ഒരു വസ്തുവിൻ്റെ ബ്രഹ്മസ്ഥാനം പ്രകൃതിയിലുള്ള പോസിറ്റീവ് എനർജിയെ സ്വീകരിക്കുന്നതും നെഗറ്റീവ് എനർജിയെ പുറന്തള്ളുന്നതും. പഴയ കാലത്ത് ഗ്രാമങ്ങളിൽ വീടുകൾ നിർമ്മിക്കുമ്പോൾ അന്നത്തെ ആൾക്കാർ ഗ്രാമത്തിൻ്റെ ഒത്ത നടുക്ക് ഒരു ക്ഷേത്രമോ മഠമോ നിർമ്മിച്ചതിന് ശേഷം അതിന് ചുറ്റുമായിരുന്നു വീടുകളും മറ്റു കെട്ടിടങ്ങളും നിർമ്മിച്ചിരുന്നത്. 4 കെട്ട് നിർമ്മിക്കുമ്പോൾ ബ്രഹ്മസ്ഥാനം അഥവാ നടുമുറ്റം ഒഴിച്ചിട്ടിട്ടാണ് അതിന് ചുറ്റുമായി തെക്കിനി, പടിഞ്ഞാറ്റിനി, വടക്കിനി, കിഴക്കിനി എന്നീ ചതുശാലകൾ നിർമ്മിച്ചിരുന്നത്. ഈ നടുമുറ്റം അശുദ്ധമാകാതെ സൂക്ഷിക്കുകയും അവിടെ തുളസിത്രയോ മറ്റോ ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. അതിനാൽ നമ്മൾ വീട് വയ്ക്കുമ്പോൾ ഈ ബ്രഹ്മസ്ഥാനത്തിൻ്റെ മഹത്വം അറിഞ്ഞു വേണം പ്ലാൻ വരയ്ക്കുന്നതും കെട്ടിടം നിർമ്മിക്കുന്നതും. ഒരു വസ്തുവിൽ നിറഞ്ഞു നിൽക്കുന്ന വാസ്തുപുരുഷൻ്റെ നാഭിയാണ് ഈ ബ്രഹ്മസ്ഥാനം. ചെറുതോ വലുതോ ആയ ഏത് ഭൂമിയായാലും ആ ഭൂമിയിൽ വാസ്തുപുരുഷൻ വ്യാപിച്ചു കിടക്കുന്നു. ഈ ബ്രഹ്മസ്ഥാനം യഥായോഗ്യമായി വിനിയോഗിച്ചെങ്കിൽ മാത്രമേ ആ വസ്തുവിൽ വീട് വെച്ച് താമസിക്കുന്നവർക്ക് സമ്പത്തും സമാധാനവും സന്തോഷവും ഐശ്വര്യവും കൈവരികയുള്ളൂ. പഴയകാലത്ത് ഈ ബ്രഹ്മസ്ഥാനം തുറസായി ഇട്ടിരിക്കുമായിരുന്നു. അതിനു ചുറ്റുമായി 4 കെട്ടുണ്ടാക്കുന്നത് കാരണം സൂര്യരശ്മികളും മഴയും കാറ്റും ഈ നടുമുറ്റത്ത് പതിക്കുകയും വസ്തുവിൻ്റെ ഊർജ്ജശേഷി വർദ്ധിപ്പിക്കുകയും വീടിൻ്റെ ഭാഗ്യം ഇരട്ടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെ നടുമുറ്റമുണ്ടാക്കി അതിനു ചുറ്റുമായി ചതുശാലകൾ നിർമ്മിക്കുന്നത് മൂലം എല്ലാ ശാലകളിലേക്കും അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള വായുസഞ്ചാരം കിട്ടുകയും സൂര്യകിരണങ്ങൾ പതിക്കുക വഴി വെളിച്ചവും അതിനോടൊപ്പം തന്നെ അണുനശീകരണവും നടക്കുമായിരുന്നു. അകത്തും പുറത്തും മഴയും കാറ്റും കിട്ടുന്നത് വഴി കെട്ടിടത്തിനുള്ളിലെ താപനിലയെ നിയന്ത്രിക്കുവാനും കഴിയുമായിരുന്നു. ഇപ്രകാരം വളരെ ശാസ്ത്രീയമായ വിധത്തിലായിരുന്നു പഴയകാല കെട്ടിടങ്ങൾ രൂപകൽപ്പന ചെയ്തിരുന്നത്. എന്നാൽ വളരെ കുറച്ച് വസ്തു മാത്രമുള്ള സാധാരണക്കാർക്ക് ഇപ്രകാരം 4 കെട്ടും മറ്റും നിർമ്മിക്കുവാനുള്ള സൗകര്യവും ശേഷിയും ഇല്ലല്ലോ. അങ്ങനെയുള്ള ഒരു ചെറിയ പുരയിടത്തിൽ വീടുകൾ വയ്ക്കുമ്പോൾ പോലും നമ്മൾക്ക് ബ്രഹ്മസ്ഥാനം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാൻ കഴിയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പുരയിടത്തിൻ്റെ ബ്രഹ്മസ്ഥാനം കണ്ടെത്തി ആ ബ്രഹ്മസ്ഥാനത്തിന് കോട്ടമോ തടസ്സമോ വരാത്ത രീതിയിൽ പ്ലാൻ തയ്യാറാക്കി വീട് വയ്ക്കുക എന്നുള്ളതാണ്. ഈ ബ്രഹ്മസ്ഥാനത്ത് തൂണുകളോ ബീമുകളോ മറകളോ ഉണ്ടാകരുത്. ഈ ബ്രഹ്മസ്ഥാനം തടസ്സപ്പെടുകയോ മറയ്ക്കുകയോ അശുദ്ധപ്പെടുകയോ ചെയ്താൽ ആ വീടിൻ്റെ ഭാഗ്യാനുഭവങ്ങളെ നശിപ്പിക്കുവാൻ ഇടവരുന്നതാണ്. ഇവിടം കെട്ടിടത്തിൻ്റെ പ്രധാന ഹാളായോ പൂജാമുറിയായോ നടുമുറ്റമായോ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ കക്കൂസ്, കുളിമുറി, കിടപ്പുമുറി, അടുക്കള, കോണിപ്പടികൾ എന്നിവ വരാതെ പ്രത്യേകം സൂക്ഷിക്കുകയും വേണം. അതല്ലാതെ ഈ ബ്രഹ്മസ്ഥാനം മറയ്ക്കപ്പെടുകയോ അഥവാ അശുദ്ധപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജിയെ സ്വീകരിക്കുവാനും നെഗറ്റീവ് എനർജിയെ പുറന്തള്ളുവാനുള്ള കഴിവ് ഇല്ലാതെ വരികയും ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് രോഗദുരിതങ്ങളും
സമാധാനക്കുറവും ഉണ്ടാവുകയും ചെയ്യും. ഇനി എങ്ങനെയാണ് ഈ ബ്രഹ്മസ്ഥാനം കണ്ടെത്തുന്നത് എന്ന് നോക്കാം. നമ്മൾ വീട് വയ്ക്കാൻ തിരഞ്ഞെടുക്കുന്ന വസ്തുവിനെ കിഴക്ക് പടിഞ്ഞാറായി 8 പദങ്ങളും തെക്ക് വടക്കായി 8 പദങ്ങളുമായി വിഭജിക്കുക. ഓരോ പദത്തിൻ്റെയും അകലം തുല്യമായിരിക്കണം. ഇങ്ങനെ നെടുകയും കുറുകയും 8 പദങ്ങളായി തിരിക്കുമ്പോൾ ആകെ 64 പദങ്ങൾ അഥവാ ഖണ്ഡങ്ങൾ നമുക്ക് കിട്ടുന്നു. ഇങ്ങനെ കിട്ടുന്ന 64 ഖണ്ഡങ്ങളിൽ ഒത്ത മധ്യഭാഗത്തുള്ള 4 ഖണ്ഡങ്ങൾ ചേർത്തെടുക്കുക. ഈ 4 ഖണ്ഡങ്ങൾ ചേർന്ന ഭാഗമായിരിക്കും ആ വസ്തുവിൻ്റെ ബ്രഹ്മസ്ഥാനം അഥവാ ബ്രഹ്മപദം. വസ്തുവിനെ നെടുകയും കുറുകയും 9ആയി ഭാഗിച്ച് 81 പദങ്ങളായി തിരിച്ചും ഈ ബ്രഹ്മസ്ഥാനം കണ്ടെത്താവുന്നതാണ്. വസ്തുവിന് ചുറ്റുമതിൽ കെട്ടിയതിന് ശേഷം പദങ്ങളായി തിരിക്കുന്നതായിരിക്കും കൂടുതൽ സൗകര്യപ്രദവും കൃത്യത കൈവരുന്നതും. വസ്തു സമചതുരമോ ദീർഘചതുരമോ അല്ലെങ്കിൽ അതിനെ വസ്തുവിൻ്റെ ആകൃതി അനുസരിച്ച് സമചതുരമായോ ദീർഘചതുരമായോ വാസ്തുമണ്ഡലം തിരിച്ചു വേണം പദങ്ങളാക്കേണ്ടത്. അങ്ങനെ ഈ 4 ഭാഗം വരുന്ന സ്ഥലം ഒന്നുകിൽ നമ്മുടെ കെട്ടിടത്തിൻ്റെ നടുമുറ്റമായി എടുക്കുകയോ അഥവാ ഈ ഭാഗത്തായി ഹാളോ പൂജാമുറിയോ വരത്തക്ക വിധത്തിൽ കെട്ടിടത്തിൻ്റെ പ്ലാൻ തയ്യാറാക്കുകയോ ചെയ്യുക. ഈ 4 പദങ്ങൾ വരുന്ന ബ്രഹ്മസ്ഥാനത്ത് ഒരു കാരണവശാലും കക്കൂസോ കുളിമുറിയോ അടുക്കളയോ കിടപ്പുമുറിയോ കോണിപ്പടികളോ തൂണുകളോ ബീമുകളോ മറ്റു വിധത്തിൽ അശുദ്ധി ഉണ്ടാകാനിടയുള്ള നിർമ്മാണ പ്രവൃത്തികളോ നടത്തുവാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കെട്ടിടത്തിൻ്റെ പ്ലാൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ ബ്രഹ്മസ്ഥാനം ശരിയായ വിധത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും. ഇതിനോടൊപ്പം വീടിൻ്റെ ചുറ്റ്, യോനി, ആയം, വ്യയം, നക്ഷത്രം, തിഥി, കരണം മുതലായവയും കൂടി നല്ല കണക്കിൽ ഉൾപ്പെടുത്തിയാൽ ആ കെട്ടിടത്തിൽ താമസിക്കുന്നവർക്ക് സമാധാനവും സമ്പത്തും ഐശ്വര്യവും കൈവരികയും ചെയ്യും. കെട്ടിടത്തിൽ മറ്റ് രീതികളിലുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ വാസ്തുദോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും ബ്രഹ്മസ്ഥാനം ശരിയായ വിധത്തിലാണെങ്കിൽ ആ ദോഷങ്ങൾ പരിഹരിക്കപ്പെട്ടു പോകുന്നതാണ്. ഒരു വീടിൻ്റെ അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ മർമ്മപ്രധാനമായ ഭാഗമാണ് ബ്രഹ്മസ്ഥാനം. അതിനാൽ അവിടം ശരിയായ രീതിയിൽ കണ്ടെത്തി ശുദ്ധവൃത്തിയോടുകൂടി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അതിൽ താമസിക്കുന്നവർക്ക് സമ്പത്തും ഐശ്വര്യവും ഈശ്വരാധീനവും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി കച്ചവട സ്ഥാപനമാണെങ്കിൽ കൂടി ഈ ബ്രഹ്മസ്ഥാനം ശുദ്ധവൃത്തിയോടുകൂടി പരിപാലിക്കുകയാണെങ്കിൽ കച്ചവടത്തിൽ പുരോഗതിയും സമ്പത്തും കൈവരുന്നതാണ്. അപ്പോൾ പ്രിയ പ്രേക്ഷകർ, വീടോ ഫ്ലാറ്റോ വ്യാപാര സ്ഥാപനങ്ങളോ പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ല വാസ്തുവിദ്യ പഠിച്ച സിവിൽ എഞ്ചിനീയറെ കൊണ്ട് പ്ലാൻ തയ്യാറാക്കി കെട്ടിടം പണിയുകയാണെങ്കിൽ ശാന്തിയോടും സമാധാനത്തോടും കൂടി അവിടെ താമസിക്കാനോ വ്യാപാരം നടത്തുവാനോ കഴിയും. പിന്നീട് വാസ്തുദോഷത്തിൻ്റെ പേരിൽ വെട്ടിപ്പൊളിക്കാനോ കൂട്ടിച്ചേർക്കാനോ പോകേണ്ട ആവശ്യവും വരികയില്ല. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിടുന്ന വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്. അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.